ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സീനീസ് ക്രാഫ്റ്റ് വെയറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നെറ്റിപ്പട്ടത്തിൽ ചെയ്തിട്ടുള്ള 3 ലെയർ ത്രെഡ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് 3 ലെയർ ത്രെഡ് ടൈ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഇതിൽ 3 ത്രെഡ്സാണ് യൂസ് ചെയ്യുന്നത്, ഗ്രീന്, ഓറഞ്ച് ആൻഡ് ബ്ലൂ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇതുപോലെ ഗ്രീൻ കളർ ത്രെഡാണ് കെട്ടുന്നത്. അപ്പോൾ അത് കെട്ടിയതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഓറഞ്ച് ത്രെഡും ബ്ലൂ ത്രെഡുമാണ് കെട്ടുന്നത്. അപ്പോൾ ഓറഞ്ച് ത്രെഡ് നമ്മൾ 2.5 സെൻറ്റിമീറ്ററും ബ്ലൂ ത്രെഡ് 2 സെൻറ്റിമീറ്ററും ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. എടുക്കേണ്ടത് ആദ്യം നമ്മൾ ഇതുപോലെ ഗ്രീൻ കെട്ടിയതിന് ശേഷം രണ്ടാമത് ഓറഞ്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു ത്രെഡിൽ കെട്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളിത് ഈ ത്രെഡിലേക്ക് വെച്ച് ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ ടൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓറഞ്ച് ത്രെഡ് നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെ ഒരു ലോങ് ത്രെഡിൽ കെട്ടിയതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ നമ്മൾ ത്രെഡ് അതിൽ വെച്ച് ടൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊരു ലെയറായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കെട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യത്തേൽ നമ്മളത് 9 എണ്ണമാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്, ഗ്രീൻ കളറിലുള്ളത്. അപ്പോൾ 2 ഭാഗത്തും ഈ 2 എണ്ണം വീതം നമ്മൾ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഓറഞ്ച് നമ്മൾ 5 എണ്ണം വെച്ചാണ് കെട്ടുന്നത്. 5 ത്രെഡാണ് അതിലെടുത്തിട്ടുള്ളത് നമ്മൾ കെട്ടാനായിട്ട്. അതിന് ശേഷം നമ്മളിനി കെട്ടാൻ പോകുന്നത് ബ്ലൂ കളറാണ്. ബ്ലൂവും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ലോങ് ത്രെഡിൽ കെട്ടിയ ശേഷം അതൊരു ഗ്യാപ്പ് വിട്ടിട്ട് അത് നമുക്കത് ടൈ ചെയ്യാൻ പാകത്തിന് ഒരു ഗ്യാപ്പ് വിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ത്രെഡ് എങ്ങനെയാണ് ടൈ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഗ്രീൻ കളറുള്ള ത്രെഡിലാണ് നമ്മൾ കെട്ടിയത്. ഇനി നമ്മൾ കെട്ടേണ്ടത് ഈ ഓറഞ്ച് ത്രെഡ് നമ്മൾ ഏതിലാണോ കെട്ടിയിരിക്കുന്നത് അതിലാണ് നമ്മൾ ബ്ലൂ കളറിൻ്റെ ത്രെഡ് നമ്മൾ കെട്ടി വെക്കേണ്ടത്. അങ്ങനെ കെട്ടുന്ന സമയത്ത് അത് ഒരു ലെയറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് മുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഗ്രീനിലാണ് നമ്മൾ കെട്ടുന്നതെങ്കിൽ നമുക്കത് എങ്ങനെ പൊന്തി നിൽക്കില്ല. അപ്പോൾ അത് മറ്റൊരു ലെയറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതാവുമ്പോൾ ഓറഞ്ചിൽ കെട്ടുമ്പോൾ ബാക്കിയുള്ളത് ഓറഞ്ചിൻ്റെ മുകളിലായിട്ട് വരും. നമ്മളിതിൽ ഓറഞ്ച് എടുത്തിരിക്കുന്ന 5 പീസാണ് ഇതിൽ ഓറഞ്ച് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അതിന് മുകളിൽ കാണിക്കുന്നത് 3 പീസാണ്. അപ്പോഴാണ് നമുക്കത് അതിൻ്റെ 3 എണ്ണത്തിൻ്റെയും കളറ് നമുക്ക് സെപ്പറേറ്റ് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇൻ കേസ് നമ്മൾ ഗ്രീനും ഓറഞ്ചും ബ്ലൂവും ഒരേപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതിപ്പോൾ മുകളിലോട്ട് വരും തോറും ത്രെഡിൻ്റെ എണ്ണത്തിൻ്റെ അളവ് നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ത്രെഡ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒരേ ഇതിൽ തന്നെ ഒരു ഇതിലാണ് കെട്ടിയിരിക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് കെട്ടിയെടുത്തിരിക്കുന്നത്. ഇതല്ലാതെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഗ്രീന് ത്രെഡ് നമ്മൾ ഒരു ലെയറിൽ കെട്ടിയ ശേഷം ഓറഞ്ച് കെട്ടുക, ഓറഞ്ച് വേറൊരു സെപ്പറേറ്റ് ത്രെഡിൽ കെട്ടുക. അതിന് ശേഷം ബ്ലൂ കെട്ടി അതിങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഡയറക്റ്റ് ഓറഞ്ചിലേക്ക് അത് കെട്ടുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇതിൽ കെട്ടാൻ പറ്റും. പിന്നെ നമുക്ക് കെട്ടേണ്ടത് ഗ്രീനിൽ മാത്രമാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ കെട്ടിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 2 ലെയർ ഓൾറെഡി ആയി, പിന്നീടാണ് നമ്മൾ ബ്ലൂ വെക്കുന്നത്. അപ്പോൾ നമുക്കത് ടൈ ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിനുള്ളിലൂടെ എടുത്ത് ടൈ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ടൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ളൊരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ അതിൽ ആ ത്രെഡ് വർക്ക് മുഴുവനും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട്
ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം. എല്ലാവർക്കും പറ്റും, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.